ഹായ് ഹലോ. അപ്പോൾ ഒരുപാടായില്ലേ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വരുന്നത് നമ്മൾ രാവിലെ തന്നെ അതേ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള പുതുക്കുളങ്ങര ദേവീ ക്ഷേത്രത്തിലേക്കാണ് ഈ പോകുന്നത്. അങ്ങനെ രാവിലത്തെ ഒരുക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബൈക്കിൽ ഓരോ തവണയായിട്ട് ട്രിപ്പ് അടിച്ചിട്ടാട്ടോ നമ്മൾ പോകുന്നത്. നമുക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷേ വെയിലാവുന്നതിന് മുമ്പ് നമുക്ക് തിരിച്ചെത്തി ഒക്കെ പെട്ടെന്ന് പോരാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വണ്ടിയിൽ ട്രിപ്പാക്കി അടിച്ച് പോകുന്നത് കേട്ടോ. ആദ്യം തന്നെ അമ്മ പോയി, പിന്നെ ഞാനിതേ ഇങ്ങനെ പോയി. അത് കഴിഞ്ഞാൽ അതേ അമ്പലത്തിലെത്തിയിട്ടോ. ഇതാണ് നമ്മുടെ അമ്പലം. അടിപൊളി ചുറ്റുപാടാണ് കേട്ടോ. പച്ച വിരിച്ച നെൽപ്പാടങ്ങൾക്കിടയിലാണ് നമ്മുടെ ഈ അമ്പലം വരുന്നത്. അങ്ങനെ അമ്പലത്തിലെത്തി നമ്മൾ തൊഴുതു ദേ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജി തരുന്നതാണല്ലേ രാവിലെ തന്നെയുള്ള ഈ ഒരു അമ്പലത്തിൽ പോവൽ. എനിക്കതുപോലെ തന്നെയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് അമ്പലത്തിൽ പോകാൻ. അപ്പോൾ അത് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ വീട്ടിലെത്തി. അത്യാവശ്യം വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഇരുന്നതാണ് കേട്ടോ. അതിനിടെ മക്കൾസിനോട് ഓരോ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവർ രാവിലെ ഉറക്കം ഉണർന്നതിൻ്റെ ഒരു ചടപ്പിൽ ആണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് പുട്ടും കടലക്കറിയും പാൽ ചായയായിരുന്നു. മക്കൾസിന് പുട്ടും കടലക്കറിയും വെള്ളം കൂടിയാണ് കേട്ടോ കൊടുത്തത്. ഞാൻ ചായ കൊടുക്കാറില്ല, വെള്ളമാണ് കൊടുക്കാറ്. നമ്മൾ പൊതുവേ ചായ എന്ന് പറയുന്നത് അത്ര നല്ലതല്ലല്ലോ. മക്കൾസിന് നല്ല, വലിയവർക്കായാലും നല്ലതൊന്നുമല്ല. പക്ഷെ നമ്മളുടെ ഒരു ഉന്മേഷത്തിന് ചായ കുടിക്കാറുണ്ടെന്ന് മാത്രം. പിന്നെ ഞാൻ ഈ പറയുന്ന അടുത്ത പണിയിലേക്ക് കടക്കട്ടെ എന്നാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ ഇടയിലാണ് ബ്രദറിൻ്റെ ഫോണിൽ നിന്ന് ആൻറ്റീൻ്റെ മോളെ വിളിക്കുന്നത് കണ്ടത്. അപ്പോൾ പിന്നെ അവളോട് സംസാരിക്കാൻ വേണ്ടി അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ടോ. ഷാലു, നമ്മൾ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻറ്റീൻ്റെ മോളാണ്. അപ്പോൾ ഷാലുവിൻ്റെ അടുത്ത് സംസാരിച്ചു. ഇത് ഷാലുവിൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ, സ്നേഹ. അപ്പോൾ ആളെടുത്തും കഥയൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ എൻ്റെ പരിപാടിയിലേക്ക് പോയിട്ടോ. അത്യാവശ്യം പണികളുണ്ടായിരുന്നു. നമ്മൾ അലക്കലൊക്കെ ആയിട്ട് കുറച്ചൊന്നുമല്ലല്ലോ മക്കൾസിൻ്റെത്, ഒരുപാടുണ്ടാവും കേട്ടോ അലക്കാൻ. അങ്ങനെ അധികം വെയിലാവുന്നതിന് മുമ്പ് തന്നെ വേഗം അലക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വാഷിംഗ് മെഷീനിലാണ് കേട്ടോ അലക്കലൊക്കെ, കാരണം ഒരുപാടുണ്ടാവും. പിന്നെ നേരെ ചെന്ന് തുണി വിരിച്ചിടുന്നുണ്ട്. അവിടെ വലിയ വെയിലാവുന്നുണ്ടായിരുന്നില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല വെയിലായിരിക്കും. പിന്നെ അവിടെ നിൽക്കാൻ പോലും പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ തുണിയൊക്കെ വിരിച്ചിട്ടിട്ട് വന്നു. ആ സമയത്ത് ബ്രദർ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനോട് ഓരോന്ന് സംസാരിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ചക്ക ഉണ്ടായിരുന്നു കേട്ടോ, വീട്ടിൽ ചക്ക എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചക്ക നന്നാക്കുന്നുണ്ട് അമ്മ. അവിടെ ചെന്ന് ചക്ക ഓരോന്നൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ, ഇളം മധുരമുള്ള ചക്കയായിരുന്നു കേട്ടോ. അപ്പോൾ അതിരുന്ന് കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇന്നൊരു റെസിപ്പി തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. ഒന്നുമില്ല, ചിക്കൻ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിക്കൻ കൊണ്ട് ഒരു കറി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളായിട്ടോ. പിന്നെ ഇത് ചിക്കൻ കറി ഉണ്ടാക്കാൻ ഉള്ളിയൊക്കെ നന്നായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, തക്കാളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ചേർത്ത് അത്യാവശ്യം ഒരു മോശമില്ലാത്ത രീതിയിൽ തന്നെ നല്ല ടേസ്റ്റ് തന്നെ ഞാനൊരു ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. നന്നായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഇത്. കഴിക്കാൻ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ചിക്കൻ കറി ഏകദേശം ഏറെക്കുറെ ആവാനായിട്ടുണ്ട്. ഫൈനലി അത് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞേരം ഇതിൻ്റെ ഇടയിൽ കൂടെ അമ്മ മൂരുവെള്ളം ഉണ്ടാക്കി തരുന്നുണ്ട്. അപ്പം ഈ ചൂടത്ത് ആ മൂരുവെള്ളം കുടിച്ചപ്പോൾ ഉണ്ടാകുന്നൊരു സുഖം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലോ അല്ലേ. പിന്നെ മക്കൾസിൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ചു കേട്ടോ. എല്ലാവരും ആ സമയത്ത് നമ്മളെ കൂടെ കളിക്കാൻ സെറ്റായിരുന്നു കേട്ടോ. ഉറക്കമൊക്കെ ഉണർന്ന് സെറ്റായി നിൽക്കുമായിരുന്നു. പിന്നെ ഫുഡ് കഴിയാനായപ്പോൾ കേട്ടോ, ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. നേരെ ചെന്നത് വീഡിയോ എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞേരം ഞാൻ ചെറുതായിട്ടൊരു ഉറക്കം പാസ്സാക്കിയിട്ടോ. നമ്മൾ സാധാരണ ഉച്ചയ്ക്ക് ഉറങ്ങാറേ ഇല്ല. അന്നെല്ലാവരും ഉള്ളത് കൊണ്ട് ഞാൻ ഏറെക്കാലത്തിന് ശേഷം ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞേരം ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. ഞാനും ബ്രദറും മോളും കൂടെ പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ടടുത്തുള്ള സ്ഥലമായ കട്ടാങ്കലിലേക്കാണ് കേട്ടോ പോയത്. കുറച്ച് സാധനങ്ങളും കുറച്ച് എന്താ പറയുക സ്നാക്സൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വാങ്ങിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഓരോന്നായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബട്ടർ ബണ്ണ്, ഫലാഫിൽ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഫോർ മക്കൾസിന് കൊടുത്തു കേട്ടോ. ബട്ടർ ബണ്ണൊക്കെ ഒന്ന് കഴിക്കാൻ ടേസ്റ്റ് ചെയ്യാൻ അവർക്ക് കൊടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ സാധാരണ പോലെ തന്നെ മക്കൾസിന് ഫുഡൊക്കെ കൊടുത്ത് കിടന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.